കുന്നിച്ചു മിനാസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 10 ആണ്. ആൻഡ് ഇത് ഫൈനൽ എപ്പിസോഡ് കൂടിയാണ്, അതായത് സീസൺ 2ൻ്റെ ഫൈനൽ എപ്പിസോഡ് കൂടിയാണ്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കാണുന്നത് എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ആ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് അമർത്താൻ മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ലൂക്കസിന്റെ ബിട്രയിലാണ് എൻ്റെ പാർട്ടിലുള്ള എല്ലാവരുടെയും മരണത്തിന് കാരണമായത്. അവനെ നിന്നിട്ട് അവൻ്റെ ഫാമിലിയുടെ അവൻ്റെ ബ്രദറിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുമായിരുന്നു. അവൻ്റെ ബ്രദർ എന്ന് പറയുന്ന ഒരു പവർഫുൾ മേജ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊരു പവർഫുൾ മേജ് മാത്രമല്ല, പകരം അവനിപ്പോൾ ഒരു ലാൻസ് കൂടിയാണ്. ഇനി എന്തായാലും ഇത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പിന്നെ കാണിക്കുന്നത് ആർത്തർ ഉടുപ്പൊക്കെ ഇടുന്നതാണ്. എന്തായാലും എൻ്റെ പ്ലാൻസ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട്. എന്നാൽ അതൊക്കെ പിന്നെ കാര്യം, ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. ഈ സമയത്താട്ടെ നമ്മുടെ സിൽവി ആർത്തറിനെ നേരെ ചാടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനിവിടുന്ന്. പക്ഷെ ആർത്തറാട്ടെ അവളുടെ അടുത്ത് താഴെ വെക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, സിൽവി ഇന്നത്തേക്ക് നീ ഇവിടെ തന്നെ ഇരിക്കുക. നിനക്കറിയാലോ വിൻസെൻ്റ് അങ്കിൾ എന്നോട് പറഞ്ഞിരുന്നു, കാര്യം ഇന്ന് എലിയുടെ ബർത്ത്ഡേക്ക് വരുന്ന കുറച്ചധികം ആൾക്കാർ എന്നെ നോക്കാനാണ് വരുന്നത്. സോ വെറുതെ വള്ളിയിൽ നിന്ന് മേടിച്ച് കൂട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ എന്തായാലും ഇവിടെ ഇരിക്കും. ഞാൻ എന്തായാലും തിരിച്ചു വരുമ്പോൾ ഒത്തിരി നീ ഫുഡ്സ് കൊണ്ടുവരാം. ഇത് കേൾക്കാനടുത്ത് അവൾ ഹാപ്പിയായി. അങ്ങനെ അവൾ അവിടെ ഇരുന്നിട്ട് ആർത്തർ അവിടെ നിന്ന് ബൈ പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ആർത്തർ അവിടേക്ക് വരുന്നവരൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഈ സമയത്ത് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എഞ്ചിനായിട്ട് അവിടെ ഒരു പെണ്ണിനെ നൈസ് വളക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരുടെ ഡയലോഗൊന്നും അത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഈ ടൈമിലാണ് എലിയും നമ്മുടെ അതേപോലെ ആലിസും കൂടെ അവിടേക്ക് വരുന്നത്. എലിയുടെ കണ്ണ് പൊത്തി പിടിച്ചിരിക്കുമായിരുന്നു. അവൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എൻ്റെ കണ്ണും പൊത്തിരിക്കുന്നത് പറയുന്ന നേരത്ത് പെട്ടെന്ന് ആ കൈ വീടിട്ട് പറയുന്നുണ്ട് ഇതിനു വേണ്ടിയെന്ന് പറയുന്നത്. അവരെല്ലാവരും അവളുടെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നു അവളുടെ ബർത്ത്ഡേ വിഷയമായിട്ട്. അത് കഴിയുമ്പോൾ തന്നെ മാജിക്കും ബാക്കിയുള്ള ഷോസൊക്കെ തുടങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റേ ആട്ടെ എല്ലാവരും ഒന്ന് വിളിക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് എൻ്റെ പൊന്നുമകളുടെ ബർത്ത്ഡേ ആണ്. സോ എൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് വന്ന എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നൊക്കെ പറയുന്നത് പുള്ളിക്കാരായിട്ട് ആ പാട് നാണം കുടുങ്ങി നിൽക്കുവാണ്. ആ ടൈമിൽ പറയുന്നുണ്ട് അതിലപ്പുറം ഇന്ന് എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകനും എൻ്റെ മകളും കൂടെ ഇന്ന് അവരുടെ ആദ്യത്തെ ഡാൻസ് കളിക്കാൻ പോകുവാണ്. ഇത് കേട്ടപ്പോൾ എൽ എന്ന് ഞെട്ടി. ആ ടൈമിൽ വിൻസിൻ്റെ ഭാര്യ നമ്മുടെ ആലിസിൻ്റെ ഒക്കെ ചോദിക്കുന്നുണ്ട്, അല്ല അവരുടെ ഒരു ഡാൻസ് കളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അവരിതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്തായിരുന്നോ? ആ സമയത്ത് അവൾ പറയുന്നുണ്ട് ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അവനെ ഞാൻ ഇന്ന് കൊല്ലും. ഈ ടൈമിലായിട്ട് എലിയായിട്ട് ആലിസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിയാമല്ലെന്ന് പറഞ്ഞിരുന്നത്. നമ്മുടെ ആർത്തർ വന്ന് അവളെ വിളിക്കുന്നുണ്ട്, എലി എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ പോയിരുന്നോ? ഈ സമയത്ത് അവൾക്കായിട്ട് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, ബ്രദർ പക്ഷെ നമ്മൾ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിക്കാതെ തന്നെ ആർത്തറായിട്ട് അവൾ വലിച്ച് ആ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. അത് വളരെ മനോഹരമായി തന്നെയായിരുന്നു അവർ കളിച്ചിരുന്നത്. ഇത് കണ്ടിരുന്ന എല്ലാവരും ഞെട്ടി. ഈവൻ നമ്മുടെ ആലിസ് വരെ ഞെട്ടി. നമ്മുടെ വിൻസിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ആലിസ് നിനക്ക് ഉറപ്പല്ലേ അവർ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെന്ന്? ആ എനിക്ക് നല്ല ഉറപ്പാണ്, പക്ഷേ ഇതെങ്ങനെ? കാര്യം അത്രത്തോളം മനോഹരമായിട്ടായിരുന്നു അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ആർത്തറായിട്ട് തൻ്റെ മാജിക് യൂസ് ചെയ്ത് അവളെ മുകളിലേക്ക് ഉയർത്തുകയും അതേപോലെ തന്നെ സേഫായിട്ട് താഴത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇത് കാണുന്ന എല്ലാവരും ഹാപ്പിയായി അവരെല്ലാവരും കൈയൊക്കെ അടിക്കുന്നുണ്ട്. ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ജന്മത്തിൽ ഡാൻസ് പഠിച്ചത് എന്തായാലും നന്നായി. പെട്ടെന്നാണ് നമ്മൾ ഗിഡിയൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ആർത്തർ നമുക്ക് എന്തായാലും ഒന്ന് സംസാരിച്ചാലോ? പിന്നെ കാണിക്കുന്ന ഒരു ക്യാരവനാണ്. അതിൻ്റെ അകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ കേട്ടത് നീയും ആർത്തറുമായിട്ട് നല്ല ബന്ധമാണെന്നാണ്, പക്ഷേ നമ്മൾ ഈ ഗിഫ്റ്റ് മാത്രം കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് അത് നല്ലതാണോ? ആ ടൈമിൽ പറയുന്നുണ്ട് എന്നാലും ഇന്നത്തെ ദിവസം അവളുടെ ബർത്ത്ഡേ ആണ്, അതായത് ആർത്തറിൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. ഇന്നെന്തായാലും അവളുടെ കൂട്ട് നിൽക്കട്ടെ, എന്തായാലും എനിക്ക് അവനെ സ്കൂളിൽ വെച്ച് കാണാൻ സാധിക്കുമല്ലോ. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ നടക്കുന്നതാണ്, അതായത് നമ്മുടെ ആർത്തറും ഗിഡിയനും കൂടെ നടക്കുന്നതാണ്. ആർത്തർ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഇവിടേക്ക് എന്നെ വിളിച്ചു വരുത്തിയത് ചുമ്മാ ഒന്നുമില്ലെന്ന് എനിക്കറിയാം, നീ കാര്യം പറയാൻ നോക്ക്. ഞാൻ ആലോചിക്കുമായിരുന്നു നിന്റെ വയലിൽ നിന്ന് എന്തുമാണ് വരാൻ പോകുന്നതെന്ന്. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടല്ലോ അതെന്തായാലും ആ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. കൗൺസിൽ എന്ന് പറഞ്ഞ നേരത്ത് 3 രാജ്യത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും എല്ലാവരും ഉണ്ട്, അവരെന്തായാലും അംഗീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട് എന്തായാലും കൺഗ്രാജുലേഷൻസ്, നീ എന്തായാലും ഹാപ്പിയായി കാണുമല്ലോ. ഓ മണി ഫെയിം പവർ ഇതൊന്നും എനിക്കൊരാവശ്യമില്ല, പക്ഷേ ഞാനിവിടേക്ക് വന്നത് ഈ ടൈമിൽ തന്നെ അവനെ അത് നമ്മുടെ ഗിഡിയനെ കുറച്ചധികം പേര് ഒന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മാസ്റ്റർ ഗിഡിയൻ ഞാൻ തങ്ങളുടെ വർക്കിൻ്റെ ഹ്യൂജ് ഫാനാണ്, എനിക്കൊരു ഓട്ടോഗ്രാഫ് തരും എന്നൊക്കെ പറയും ചെയ്യും. ആ ടൈമിൽ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങളൊന്ന് ഇപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ആർത്തർ നീ അവിടെ നിൽക്കി ഞാനിപ്പോരെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവരുടെ അടുത്തേക്ക് പോകുവാണ്. ഈ സമയത്ത് ആർത്തറിൻ്റെ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴല്ലേ അവൻ പറഞ്ഞത് ഇനി ഫെയിമും പവർ ഇതൊന്നും വേണ്ടെന്ന്. ഈ സമയത്ത് ദൂരത്ത് നിന്ന് ഒരു പെൺകൊച്ചി നമ്മുടെ ആർത്തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഓടി ആർത്തൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയും ചെയ്യും, എന്നോട് ക്ഷമിക്കടാ ഞാൻ താമസിച്ചു പോയെന്ന് എനിക്കറിയാം, ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യം എലീനെ കാണാനാണ് പോയത്. ആ ടൈമിൽ ആ നേരെ അവൾ പിടിച്ചിട്ട് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ എന്തായാലും വന്നില്ലേ അത് തന്നെ ധാരാളം, അതുമല്ല കുറച്ചധികം നാളായില്ലേ നമ്മൾ കണ്ടിട്ട് ലിലിയ. ആ സമയത്ത് തന്നെ അവൾ പറയുന്നുണ്ട് ശരിയാണ് കുറച്ചധികം നാളായി. ഈ ടൈമിൽ അവൾ തന്നെ ആലോചിക്കുന്നുണ്ട് ആർത്തറിന് ഇത്രയധികം പൊക്കമുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ കുറച്ചധികം നേരം അവർ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിയൊക്കെ ചിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ ആർത്തർ ചോദിക്കുന്നുണ്ട്
സ്കൂളിലൊക്കെ പോയിട്ട് എന്തായി ഏതെങ്കിലും പയ്യന്മാരൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ ടൈമിൽ അവൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ബോയ് ഫ്രണ്ടോ അങ്ങനത്തെ ആളൊന്നുമില്ല, അതുമല്ല എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത് തന്നെ നീ കാരണമല്ലേ. ആ ടൈമിൽ തന്നെ ആർത്തർ പറയുന്നുണ്ട്, അങ്ങനെയാണ് എങ്കിൽ ഞാനൊരു കാര്യം പറയാം, നീ ആരെ കൊണ്ടുവന്നാലും ഞാൻ വിൻസെന്റ് അങ്കിളായിട്ടൊന്ന് ആലോചിച്ചിട്ട് മാത്രമേ അത് എഗ്രി ചെയ്തുള്ളൂ, അത് ഓക്കെ അല്ലേ നിനക്ക്? അപ്പോൾ നൈസിൽ അവളൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, പിന്നെ അല്ലാതെ ഓക്കെയാണ്. ഈ ടൈമിൽ തന്നെ ഗിഡിയൻ ഇടയ്ക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, മൈലേഡി ഞാൻ എന്തായാലും ഇവനെ ഒന്ന് ബോറോ ചെയ്തിട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മാസ്റ്റർ ഗിഡിയൻ എന്തായാലും താങ്കൾ കണ്ടതിൽ സന്തോഷം, കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും പോകുമെന്ന് പറഞ്ഞിട്ട് അവളാട്ടെ ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഗിഡിയൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, കണ്ടില്ലേ എന്നെ എല്ലാവർക്കും അറിയാം, മതി. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല അവൾക്ക് നിന്റെ മേത്ത് ഒരു ക്രഷ് ഉണ്ടെന്ന് തോന്നി, നീ എന്നാണ് പിന്നെ എൻ്റെ കൂടെ നിൽക്കാഞ്ഞത്? അതങ്ങനെയൊന്നുമല്ല, അവൾക്കുള്ളത് ലവോ ലൈക്കോ അങ്ങനെയൊന്നുമില്ല, അവൾക്ക് ആകപ്പാടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. കാര്യം ഞാൻ കാരണമാണ് അവളുടെ ജീവിതം ഫുള്ള് മാറിപ്പോയത്. സോ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാര്യം കുറച്ച് നാൾ കഴിയാൻ നേരത്ത് അവൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുകയും ചെയ്യും. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, നീ ശരിക്കും ഒരു പയ്യൻ തന്നെയാണോ? ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, നീ എന്തായാലും എൻ്റെ ലവ് അഡ്വൈസ് കേൾക്കാനല്ല ഇവിടേക്ക് വന്നത്, കാര്യം പറയാൻ നോക്ക്, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മണിയും ഫെയിമും പവറും ഇതൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് മറ്റൊന്നാണ്, അത് നിന്റെ നോളജാണ് ആർത്തർ. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ആ ബ്ലൂ പ്രിന്റ് തന്നതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചു, ലൈക്ക് ഈ ലോകം ഇനിയും മാറേണ്ട കാര്യമുണ്ടോ, ഞാൻ ഈ ലോകത്തിനെ ഇനിയും മാറ്റേണ്ട കാര്യമുണ്ടോ? ഈ ലോകം എന്തായാലും മര്യാദക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ എൻ്റെ ഐഡിയാസ് കൊണ്ട് ഈ ലോകം ഇനിയും മാറേണ്ട കാര്യമില്ലല്ലോ. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, കണ്ടില്ലേ എനിക്ക് ഉറപ്പായിരുന്നു നിനക്ക് ഇനിയും ഈ ലോകത്തിനെ മാറ്റാൻ പറ്റുന്ന ഐഡിയാസ് ഒക്കെ ഉണ്ടെന്ന്. കൊള്ളാം, അവൻ ആവശ്യമുള്ളത് മാത്രമേ അവൻ കേട്ടുള്ളൂ. മിസ്റ്റർ ഗിഡിയൻ, ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ, താങ്കളുടെ സെൽഫിഷ് ആയുള്ള ആക്ടിന് വേണ്ടി ഞാൻ ഒരിക്കലും ഐഡിയാസ് ഒന്നും പറഞ്ഞു തരുന്നതല്ല. ആ ടൈമിൽ അവൻ അപ്പം തന്നെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒടിക്കാൻ വന്നിട്ടുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ്. എന്തായാലും നീ ലോകത്തിനെ ചേഞ്ച് ചെയ്യാനുള്ള ഐഡിയാസ് ഒന്നും എനിക്ക് പറഞ്ഞു തരണ്ട, പക്ഷേ നിന്റെ ബ്രെയിനിലുള്ള കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞാൽ മാത്രം മതി. സോ അതിന് റിട്ടേൺ ആയിട്ട് ഞാൻ നിന്റെ പേഴ്സണലുള്ള ബെനിഫിറ്ററായി മാറാം. അത് മാത്രമല്ല നിനക്ക് ആവശ്യമുള്ള ആർട്ടിഫാക്റ്റും ഗുഡ്സും എല്ലാം തന്നെ ഞാൻ തരാം. സോ എങ്ങനെ ഒരു ഡീല് വെച്ചാലോ? ആ ടൈമിൽ തന്നെ ആധാർ ഒന്ന് ചിന്തിച്ചിട്ട് അവന് കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഡീലാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എലിയുടെ ഗിഫ്റ്റൊക്കെ അവരെല്ലാം കൂടെ തുറന്ന് നോക്കുന്നതാണ് എന്തൊക്കെയാണെന്ന്. ആ ടൈമിൽ ആർത്തർ അവിടേക്ക് വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് മാത്രം അവൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടത്. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ എലിയാട്ടെ അത് വലിച്ചു തുറക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അവർക്ക് അറിഞ്ഞൂടാ ഇത് ആരുടെ കയ്യിൽ നിന്നാണ് വന്നതെന്ന്. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അവർ മൂന്നുപേരും കൂടെ അത് വായിക്കാൻ തുടങ്ങും. ഡിയർ എൽനോർ, എനിക്കറിയാം ബാക്കിയുള്ളവർ നിനക്ക് ഡ്രസ്സും ഇതൊക്കെ ആയിരിക്കും തരുന്നത്, പക്ഷേ ഞാൻ എന്തായാലും തരുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു കാര്യമാണ് കേട്ടോ. ഇതെന്തായാലും നിനക്ക് ഇപ്പോൾ ഉപകാരം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതെന്തായാലും നിനക്ക് ആവശ്യം വരും. കാര്യം നിന്റെ ബ്രദറിൻ്റെ ഒപ്പം നിനക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നീയും സ്ട്രോങ്ങർ ആയി മാറണ്ടേ, അതുകൊണ്ട് നീ എന്തായാലും ഇതുകൊണ്ട് സ്ട്രോങ്ങർ ആകാൻ നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളാകാൻ നീ നോക്കുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സംഭവം. അത് മറ്റൊന്നുമല്ലായിരുന്നു, അവൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു ബോയ് ആയിരുന്നു. ആൻഡ് വളരെ പവർഫുൾ ആയുള്ള വളരെ യൂണീക്കായുള്ള ഒരു ബോ. ഈ സമയത്ത് അവർ ആലോചിക്കുന്നത്, ഇത് കണ്ടിട്ട് കുറച്ചധികം വ്യത്യസ്തമായിട്ടുണ്ടല്ലോ, അതുപോലെ ഒരു എൽഫി എന്നുള്ള ലുക്കും ഉണ്ട്, ഇത് ആരായിരിക്കും തന്നിട്ടുള്ളത്? ആ ടൈമിൽ തന്നെ ആർത്തർ ആലോചിക്കുന്നുണ്ട്, ഇനി എങ്ങാനും ഇത് പെട്ടെന്നായിരുന്നു ഇല്ല അതവിടെ വെച്ചിട്ട് നേരെ കൈ നീട്ടിയത്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല എൻ്റെ ബ്രദർ എനിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ആലീസയുടെ അവളെ കവളത്ത് പിടിച്ച് ഒരു കിഴി കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ഗിഫ്റ്റ് ചോദിക്കുന്നത്. ആ ടൈമിൽ തന്നെ ആർത്തർ തൻ്റെ ഡയമെൻഷണൽ റിങ്ങിൽ നിന്ന് 2 സാധനം എടുക്കും. എന്നിട്ട് ആലീസിനും അതേപോലെ എലിക്കും കൊടുക്കുകയും ചെയ്യും. അവളാട്ടെ തുറന്നു നോക്കാത്തത് അതൊരു നെക്ലേസ് ആണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇതെന്തായാലും ഞാനും ഡാഡും ഇല്ലാത്തപ്പോൾ നിനക്ക് എന്തായാലും ഉപകാരപ്പെടും, ഇത് നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് അതാട്ടെ അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ. പിന്നെ കാണിക്കുന്നത് ആർത്തറും നമ്മുടെ ഗിഡിയനും കൂടെ നടക്കുന്നതാണ്. അവരായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ചധികം നാളല്ലേ? 4 മാസം കൊണ്ടേ, പക്ഷേ എല്ലിയുടെ ബർത്ത്ഡേ കഴിഞ്ഞുകൊണ്ട് തന്നെ എന്തൊരു പോഹമയം പോലെയാണ്. സോ നിന്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിച്ച്, നിന്റെ ബർത്ത്ഡേ അതത്ര നന്നായിട്ടൊന്നും ആഘോഷിച്ചൊന്നുമില്ല, അത് ജസ്റ്റ് ഒരു നോർമൽ പാർട്ടി മാത്രമായിരുന്നു എൻ്റെ ഫാമിലി മെമ്പേഴ്സുള്ള. അങ്ങനെയാണ് എങ്കിൽ എന്നാലും ഇത് പിടിച്ചോ, എന്തായാലും കുറച്ച് ലേറ്റ് ആയെന്നറിയാം, പക്ഷേ നിന്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ആണെന്ന് പരിചയം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്കൊന്ന് പൊതിഞ്ഞെങ്കിൽ തന്നൂടെ? ആ ടൈമിൽ അവൻ തിരിച്ച് വലിക്കാൻ നോക്ക്. ആർത്തർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ച് തുറന്ന് നോക്കുന്നുണ്ട്. അതാട്ടെ ഒരു ചെയിൻ പോലത്തെ സാധനമായിരുന്നു. നീ എന്തായാലും എനിക്ക് ചെയ്ത ഹെൽപ്പിച്ചു നോക്കാൻ നടത്ത്, ഇതൊക്കെ വളരെ ചെറിയ ഗിഫ്റ്റ് തന്നെയാണ്. അല്ല ഞാൻ ശരിക്കും ക്യൂരിയസ് ആണ്, നീയൊക്കെ എന്തിനാണ് ഒരെണ്ണമല്ല പകരം 2 എലമെന്റ്സ് ഹൈഡ് ചെയ്യണമെന്ന് നീ പറഞ്ഞത്? അല്ല ഇനി എങ്ങനെ നീ ഒരു കോഡർ എലമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, പിന്നല്ലാതെ ഞാൻ ഒരു കോഡർ എലമെന്റ് ആണ്. ഈ ടൈമിൽ അവൻ ഞെട്ടിപ്പോയി, നീ സീരിയസ് ആയിട്ടും കോഡർ എലമെന്റ് ആണോ? അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ നിന്ന് അത് ഹൈഡ് ചെയ്യുന്നിടത്ത് നീ എന്തിനാണ് എന്നോട് പറഞ്ഞത്, എന്നോട് മാത്രം പറഞ്ഞത്? അതോ ഞാൻ എന്തുമാത്രം സ്പെഷ്യലാണെന്ന് മനസ്സിലാകുന്നു, അത്രത്തോളം ഫ്രീ ഉള്ള ഗിഫ്റ്റ് നീ എനിക്ക് തരുമല്ലോ, നീ ശരിക്കും ഒരു പ്രത്യേക ഐറ്റം തന്നെയാണല്ലേ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ നീ എന്തായാലും അത് തെളിയിച്ചാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ, പിന്നെന്താ അതൊക്കെ ഞാൻ തരാം. ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തത് ഈ ഒരു ഷിപ്പിൻ്റെ ഈ ഒരു ബിൽഡാണ്.
എത്ര പെട്ടെന്നാണല്ലേ ഇത്രയായത്, പിന്നല്ലാതെ സ്കൂൾ തുറക്കുന്ന ആ ടൈമിൽ തന്നെ ഇതെന്തായാലും സെയിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയൊരു ഷിപ്പാണ് കാണിക്കുന്നത്. ആർത്തറിന്റെ ബ്ലൂ പ്രിന്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു വലിയൊരു ഷിപ്പ്. അങ്ങനെ ആർത്തറായിട്ട് അവിടുന്ന് ഇറങ്ങി നടക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അവൻ ആലോചിക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഗിഡിയൻ ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര പെട്ടെന്നാണല്ലേ അത് റെഡിയായത്. എന്തായാലും ഗിഡിയൻ തന്ന ഈ ഒരു സാധനം കൊണ്ട് തന്നെ ഞാൻ ഇനി എന്തായാലും വിൻ മാജിക്കും അതേപോലെ എർത്ത് മാജിക്കും നന്നായിട്ട് പഠിക്കണം. കാര്യം അതാണ് ഫയറും വാട്ടറുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ഈ ടൈമിൽ തന്നെ അവൻ പെട്ടെന്ന് ഓരോരുത്തരുടെ മേത്ത് വന്ന് മുട്ടുന്നുണ്ട്. ആ ടൈമിൽ ആർത്തർ സോറി പറയാൻ നോക്കിയപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, എന്താടാ നിനക്ക് കണ്ണ് കണ്ടൂടെ? ഞാൻ എപ്പോൾ പോയാലും ഇതേപോലെ ലോ ലൈഫിന്റെ ഫ്രണ്ടിൽ പോയാണല്ല ചാടുന്നത്. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് അത് വൃത്തിയൊന്നുമില്ലല്ലാടാ. ഒരു പ്രൊഫസർ എന്ന നിലയ്ക്ക് നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. നിന്റെ പാരൻസ് പഠിപ്പിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ആദ്യ സ്റ്റെപ്പ്, ഇതേപോലെ നീണ്ടവള മുടി അത് പറ്റത്തില്ല. കാര്യം നമ്മൾ ആമ്പിള്ളാർക്ക് മസ്കുലറുള്ള ഷോർട്ട് മുടിയാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും പോയി ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ നീ അപ്പോളജൈസ് ചെയ്യണം. അതും മുട്ടുകുത്തിയെന്നും പറഞ്ഞുകൊണ്ട് ആർത്തൻ്റെ തലയെ പിടിച്ച് അവൻ താഴത്തേക്ക് അമുക്കാൻ നോക്കും. പക്ഷെ ആർത്തർ ഒരു ഇഞ്ച് പോലും അനങ്ങില്ല. അവനവിടെ ശരിക്കും ഞെട്ടുകയും ചെയ്ത്. ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ ക്ഷമ പറയാൻ വേണ്ടിയാണ് നിന്നത്, പക്ഷെ ആദ്യം നീ കൈയെടുക്കാൻ നോക്ക്. ഇത് കേൾക്കാനകത്ത് അവൻ ഞെട്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിനക്ക് എത്ര ധൈര്യമുണ്ടാണ്. എനിക്കറിയാം നീ സൈറസ് അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻ്റ് അല്ലേ, നീ അവിടേക്ക് വാ, ഞാൻ കാണിച്ചു തരാം ഒരു പ്രൊഫസറിന്റെ പവർ എന്താണെന്ന്. ഈ സമയത്ത് ആർത്തർ ഒരു പെൻഡന്റ് എടുത്ത് അവൻ്റെ നേരെ എറിയുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നമുക്കെന്തായാലും കാണാം. ഈ ടൈമിൽ അവൻ ശരിക്കും ഞെട്ടി. കാര്യം അത് അവന്റെ കഴുത്തിൽ കിടന്ന ആ ഒരു പെൻഡന്റാണ്. അത് ആർത്തർ എടുത്തത് അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ കാണിക്കുന്നത് ആർത്തർ അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ എല്ലാവരും നീപ്പുണ്ടായിരുന്നു. എഞ്ചിന്റെ കയ്യിലും ഒരു പെട്ടി ഉണ്ടായിരുന്നു, അവിടെ മേശപ്പുറത്തും ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ ടൈമിൽ എഞ്ചിൻ പറയുന്നുണ്ട്, ആർത്തർ നമുക്ക് നമ്മുടെ യൂണിഫോം കിട്ടിയിട്ടുണ്ട്. ആർത്തറിന് നമ്മുടെ എലി ആ ഒരു പെട്ടി എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് പിടിക്കാൻ നേരത്ത് അവൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ആദ്യം ഞാനൊരു ഓർഫണായിരുന്നു, അവിടുന്ന് ഞാനൊരു രാജാവായിട്ട് മാറി, വീണ്ടും ഞാനൊരു ബേബിയായി, ഒരു അഡ്വഞ്ചറായി, ദേ ഇപ്പോൾ ഫൈനലി ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് മാറി. ആ ടൈമിൽ തന്നെ അവനെ ഫുള്ളി കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഹാപ്പിയാണ്. എന്നിട്ട് ആർത്തർ പറയുന്നുണ്ട്, സോ ഈ ലോകം ഇനിയും എന്നെ എന്തുമാത്രം കാര്യങ്ങൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ചുരുക്കം പറഞ്ഞ സീസൺ 2 ഇവിടെ അവസാനിക്കുവാണ്. ദി ബിഗിനിങ് ആഫ്റ്റർ ദി വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ ആണ് അടുത്തായിട്ട് ഇറങ്ങാൻ പോകുന്ന സീസൺ, അതായത് സീസൺ 3. സോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് തന്നെ ആവശ്യമുണ്ട് കേട്ടോ.